ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിൻഹ ഫാമിലി വ്ളോഗ്സ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു ട്രിപ്പാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്ന കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസസ് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ മക്കയിൽ നിന്ന് ടാക്സിയിലാണ് ജിദ്ദയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായാണ് ഞാൻ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ജിദ്ദയിൽ പോകുന്നത്. അതിൻ്റെ ചെറിയൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് മക്ക ഖുർആൻ ഗേറ്റ് കണ്ടു. മക്കയുടെ എൻട്രൻസ് എന്നാണ് ഈ ഗേറ്റിനെ അറിയപ്പെടുന്നത്. വളരെയധികം മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. അള്ളാഹു എല്ലാ മുസ്ലിമീങ്ങളെയും ഈ പുണ്യഭൂമിയിൽ എത്തിക്കാനായിട്ട് തൗഫീഖ് നൽകട്ടെ, ആമീൻ. പോകുന്ന വഴിയിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ടായിരുന്നു. നമ്മൾ ഹറം ബൗണ്ടറിക്ക് അടുത്തെത്തി. ദൂരെ നിന്ന് ആർച്ച് പോലെ കാണുന്നതാണ് ഹറം ബൗണ്ടറി. ഓരോ സ്ഥലത്തെയും കാഴ്ചകൾ വ്യത്യസ്ത രീതിയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഫീലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു യാത്രയായിരുന്നു ഇത്. ഇടതുവശത്ത് ഈ കാണുന്നതാണ് മക്കയിലെ സെൻട്രൽ ജയിൽ. ഒരുപാട് കുറ്റവാളികൾ ഇവിടെ ഉണ്ടെന്നാണ് ടാക്സി ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. ഈ ഒരു സ്ഥലം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ ജിദ്ദയിൽ എത്തി. അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഞങ്ങൾക്ക് വിളിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ടാണ് പോയത്. ലൊക്കേഷൻ അയച്ചു തന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത് അവിടെയല്ല, അപ്പുറത്തെ സ്ട്രീറ്റിലാണെന്ന്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി സിസ്റ്ററിനെ കണ്ടു. അങ്ങനെ നമ്മൾ സിസ്റ്ററിനെയും പിക്കപ്പ് ചെയ്ത് ഫസ്റ്റ് ഞങ്ങൾ മാർക്കറ്റിൽ പോകാമെന്നായിരുന്നു വിചാരിച്ചത്. ഇവിടെ നിന്ന് 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ അൽബലദ് മാർക്കറ്റിൽ എന്നാണ് സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. നമ്മൾ അൽബലദ് മാർക്കറ്റിലെത്തി. വെള്ളിയാഴ്ച ആയതുകൊണ്ടും പിന്നെ ഉച്ചസമയമായതുകൊണ്ടും ഷോപ്പെല്ലാം ക്ലോസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ടെല്ലാം പോയി ഷോപ്പെല്ലാം ഓപ്പൺ ആണോ എന്ന് നോക്കി.
കുറച്ച് ഷോപ്പ് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ ഞങ്ങളൊരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം പിന്നെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെവിടെ ചെന്നാലും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് കേരള ഫുഡിനാണ്. കാരണം അതൊരു പ്രത്യേക ഫീലാണ്. ഇവിടെ നിന്ന് നമ്മൾ സ്പെഷ്യൽ മീൽസാണ് ഓർഡർ ചെയ്തത്. പായസം ഉൾപ്പെടെ ഏകദേശം 19 കറികളുണ്ടെന്നാണ് അവർ പറഞ്ഞത് നമ്മളോട്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൂടെ നോർത്ത് ഇന്ത്യൻസ് ഉള്ളത് കൊണ്ട് അവർ ബിരിയാണിയും നോർത്ത് ഇന്ത്യൻ ഫുഡുമാണ് സെലക്ട് ചെയ്തത്. എന്തായാലും നല്ലൊരു ഫുഡായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊക്കെ നടന്ന് ഷോപ്സൊക്കെ നോക്കി. സ്ഥലം അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു. പിന്നെ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കണ്ടുപിടിച്ചു. പിന്നെ അതിനകത്തൂടെയായിരുന്നു കുറച്ച് നേരം നടത്തം. അങ്ങനെ നമ്മളൊരു അബായ ഷോപ്പിൽ കയറി. അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങാതെ ഇറങ്ങി വീണ്ടും പുറത്തിറങ്ങി. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ 2-3 അബായ ഷോപ്പ് കണ്ടു. ചെറുതായിരുന്നെങ്കിലും അകത്ത് കയറിയപ്പോൾ വളരെയധികം മനോഹരമായ അബായ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ ബാർഗെയിനൊക്കെ ചെയ്ത് അബായ മേടിച്ചു. അത്യാവശ്യം നല്ല അബായാസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ബീച്ചിലേക്കായിരുന്നു. ടാക്സി വിളിച്ചാണ് പോയത്, കാരണം കുറച്ച് ദൂരമുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരമാലയില്ലാത്ത ബീച്ചായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. Gundam style. അങ്ങനെ അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തത് പോയത് പാർക്കിലേക്കായിരുന്നു. അത്യാവശ്യം ഞങ്ങളെല്ലാം നല്ല ടയേർഡായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ ഈ പാർക്കിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് മിസ്സാക്കാനായിട്ട് നിന്നില്ല.
ഈ പാർക്കിൽ കയറാനായിട്ട് എൻട്രി ഫീസ് എടുക്കണം. 35 റിയാലാണ് എൻട്രി ഫീസ് വരുന്നത്. പിന്നെ റൈഡോട് കൂടിയ പാക്കേജും ഉണ്ടായിരുന്നു. ഞങ്ങളത് എടുത്തില്ല, കാരണം ഞങ്ങൾക്ക് എല്ലാ റൈഡിലും കയറാനുള്ള ടൈമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് എൻട്രി ഫീസ് എടുത്തിട്ടാണ് അകത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോയത്. പിന്നെ ഞങ്ങൾക്ക് 2 റൈഡിൽ കയറാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് നമുക്ക് സ്പെഷ്യലായിട്ട് പൈസ അടയ്ക്കുമ്പോഴത്തേക്ക് യൂസാക്കാമെന്ന് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് കയറിയപ്പോൾ മാഷാ അല്ലാ ഒരുപാട് നല്ല കാഴ്ചകളായിരുന്നു ഞങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾക്ക് 2 റൈഡിൽ കയറണമെന്ന് ആഗ്രഹം തോന്നി. പേയ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള നല്ല ടെൻഷനും എനിക്കുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ധൈര്യത്തിൽ അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ ക്യൂവിൽ നിൽക്കുവാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടി തോന്നുന്ന ഒരു റൈഡിങ് ആയിരുന്നു ഇത്. അങ്ങനെ നമ്മളും അതിൽ കയറി. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ആദ്യമൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു, നല്ലതായിരുന്നു. പോകെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ച് പടപട ഇടിക്കാനായിട്ട് തുടങ്ങി. എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് എനിക്ക് ഉറപ്പായി. അവിടുന്ന് നേരെ താഴോട്ട് വന്നത് പടച്ചോനെ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് ഒരു ഇതായിരുന്നു. പിന്നെ ഞാനൊരു ടോപ്പിലെത്തിയപ്പോഴത്തേക്ക് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആകാശമായിരുന്നു കണ്ടത്. അപ്പോഴത്തേക്ക് എന്തോ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും കണ്ണടച്ചങ്ങിരുന്നു. എന്തായാലും വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പേടി തോന്നിയെങ്കിലും ഇത് ഞാനും ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന സ്ഥലമൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് വീണ്ടും ഒരു റൈഡിലൂടെ കയറണമെന്ന് ആഗ്രഹം പറഞ്ഞു. എന്തായാലും ഞാൻ ഇനി റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കയറുന്നില്ല, നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മൾ ആ റൈഡിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി.
ഈ റൈഡ് കണ്ടപ്പോഴത്തേക്ക് പണ്ട് ഞാൻ വണ്ടർലയിൽ ഫാമിലി ആയിട്ട് പോയത് ഓർത്തുപോയി. ഇതിൽ കയറി അന്നത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇതിലിരിക്കുന്നവരുടെ മാനസികാവസ്ഥ ഓർത്തിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. കാരണം എല്ലാവരും നല്ല നിലവിളിയായിരുന്നു. അങ്ങനെ അവർ ടിക്കറ്റ് എടുത്തിട്ട് വന്നത് ഈ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനെന്തായാലും റിസ്ക് എടുത്തില്ല. ഇതിങ്ങനെ കറങ്ങി മുകളിലോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ നെഞ്ച് പടപട ഇടിക്കാനായിട്ട് തുടങ്ങി. കാരണം ഒരു പേടി കണക്ക് എനിക്ക് തോന്നി. പിന്നെ കാഴ്ച കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അതിനകത്ത് ഇരിക്കുന്നവരെ ഓർത്തപ്പോൾ അവരിനി എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നതെന്നൊക്കെ ഓർത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എൻജോയ്മെൻ്റൊക്കെ ഈ പാർക്കിലുണ്ടായിരുന്നു. നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ടൈമും ഒരുപാടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറിയപ്പോഴത്തേക്കാണ് ഐസ് സ്കേറ്റിംഗ് കണ്ടത്. പിന്നെ അതും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോയി. നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ നിന്ന് കയറുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ അകത്തോട്ട് പോയി. ഇവിടെയും അത്യാവശ്യം നല്ലൊരു കാഴ്ചയായിരുന്നു. കുഞ്ഞു മക്കൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ നല്ല പ്രൊഫഷണലായിട്ടുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കാനായിട്ട് ട്രെയിനീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ പാർക്കിൽ അത്യാവശ്യം നല്ല കണക്ക് എൻജോയ്മെൻ്റ് എല്ലാം ചെയ്തു. പിന്നെ ടൈം ഒരുപാടായതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ടാക്സിയിൽ വേണം ഇനി അങ്ങോട്ട് മക്കയിലോട്ട് പോകാനായിട്ട്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അത്. എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്തു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് റോഡിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ടാക്സി പോകാനുള്ളത് കിട്ടൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.